സ്കൂൾ കാലം തൊട്ടും കരഞ്ഞു വീഴ്ത്താൻ തുടങ്ങിയതാണ്. എല്ലാവരും കാണട്ടെ, ലൈവ് കാണട്ടെ എല്ലാവരും. ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും കാര്യം മനസ്സിലായി കാണാം. ലേറ്റസ്റ്റ് ആയിട്ടായിരുന്നു പാലക്കാട് വിക്ടോറിയ കോളേജിലുണ്ടായി കലോത്സവ മത്സരം നടന്നിരുന്നത്. അവിടെ ഉണ്ടായി ഇതേ കണക്ക് 2 കുട്ടികളായിരുന്നു ഇതേ കണക്ക് മോഹിനിയാട്ടത്തിനൊക്കെ പങ്കെടുത്തിരുന്നു. ഒന്ന് ഈ വീഡിയോ കണ്ടുണ്ടായി ആതിര വർമ്മ എന്ന് പറഞ്ഞ പെൺകുട്ടി, അതോടെ തന്നെ സ്വാതിക എന്ന് പറഞ്ഞ വേറൊരു കുട്ടിയുമായിരുന്നു പങ്കെടുത്തത്. ഇതിനകത്തുണ്ടായി അവസാനം ജയിച്ചതെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിന്ന് സ്വാതിക എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു. സോ അതുണ്ടായി ഈ കുട്ടിക്ക് ഭയങ്കരമുള്ളൊരു വിഷമം ഉണ്ടാക്കി. അതേ സമയത്തുണ്ടായി പറയുന്നുണ്ടായിരുന്നു ഇതേ കണക്ക് അവിടെ ഇരിക്കുന്ന ജഡ്ജസ് ഉണ്ട്, ഈ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തവരാണ്, ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവരാണ്. അതോടെ തന്നെ ആ മറ്റേ കുട്ടിയുണ്ട്, ഈ സ്വാതിക എന്ന് പറഞ്ഞ കുട്ടി ഇതേ കണക്ക് പണം കൊടുത്താണ് ഇതേ കണക്ക് ജയിച്ചതെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. ഈ വീഡിയോയിൽ കുറേ ഇതേ കണക്ക് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ സ്വാതി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പ് തന്നെ കലാതിലകമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഫ്രോഡ് ചെയ്തിട്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്തതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ കുട്ടി ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു കുട്ടി തന്നെയാണ്. ഇപ്പോൾ സാധാ രീതിയിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ജയിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടുള്ളൊരു നിരാശ നമുക്കുണ്ടായിരിക്കും. അത് സാധാ രീതിയിൽ കണ്ടുവരുന്നതാണ്. ആ ഒരു സിറ്റുവേഷനിൽ നടന്നിട്ടുള്ളത് തന്നെ ആവാനുള്ള സാധ്യതയാണ്. അതല്ല ഇത് കണക്ക് ജഡ്ജസ് ചീറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നടപടി എടുക്കണം. പക്ഷേ ഇപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കണക്കുണ്ടെങ്കിൽ മനസ്സിലാവുന്നത് മറ്റേ കുട്ടി കറക്റ്റായിട്ട് തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. ഈ കുട്ടിക്ക് അത് സഹിക്കാൻ വയ്യാതാണ് ഇത് കണക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാവാൻ സാധിക്കുന്നത്.